ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുടെ ജീവയുള്ള മഹിമാവിയലും ദൈവജനത്തെ കന്യകയാമറിയാമെങ്കിലും വേദമതഞ്ഞ് മാനവനായി ദൂഷിതനായ ഞങ്ങൾക്കുടയവനാമർത്തിന നിജമതിയാലിവതൻ പ്രതിയേറ്റു വിഭഗീതോനെ പിതാവോടൊപ്പം ജീവനും ൂപുരിശാസഹിതം വങ്ങിതനെ പരികീർത്തിതനെ പ്രവചീരണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കന്യൻ ദേവം നിങ്ങളെ ഞങ്ങളറിയിക്കുകയും എതിരായാരും ചൊന്നാദൂതൻ ഞാനേക്കും സഭയും ശാപം പലതരമുപദേശങ്ങളോ താരിൽ മുളച്ചു പരത്തുന്നു. ഉപദേശം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ
എബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി വാർക്കുമോ. സ്വർഗീയ വിളിയാൽ വിളിക്കപ്പെട്ടവരായ വിശുദ്ധ സഹോദരന്മാരെ, സ്ലീഹായ നമ്മുടെ മതത്തിന്റെ മഹാപുരോഹിതനുമായ യേശുവിനെ നിങ്ങൾ നോക്കുകയും മോശ സഹോദരത്തിൽ മുഴുവൻ വിശ്വസ്തനായിരുന്നത് പോലെ യേശു തന്നെ അയച്ചവന്റെ അടുക്കൽ വിശ്വസ്തനായിരിക്കുന്നു. വീട് പണിയുന്നവന്റെ മഹിമ ഉണ്ടാക്കപ്പെട്ടതിനേക്കാൾ കൂടുതലായിരിക്കുന്നു. അപ്രകാരം തന്നെ യേശുവിന്റെ പ്രഭാവം മോശയുടെ പ്രഭാവത്തെക്കാൾ മഹിമത്തായിരുന്നു. ഏത് ഭവനവും മനുഷ്യനാലാണ് ഉണ്ടാക്കപ്പെടുന്നത്, എന്നാൽ സകലത്തെ ഉണ്ടാക്കുന്നവൻ ദൈവമത്രേ. തന്നാൽ പറയപ്പെട്ടിരിക്കുന്ന സംഘങ്ങളുടെ സാക്ഷിതനായിട്ട് ഭവനത്തിൽ സർവത്ര ദാസനെ പോലെ മോശ വിശ്വസനായിരുന്നു. മശിയാട്ടെ സ്വപ്നത്തിൽ പുത്രതുല്യനാണ്. മുഖപ്രസാദത്തെയും അതിനുള്ള പ്രത്യാശാസമാനത്തെയും അവസാനത്തോളം നിർദ്ദമായി പിടിക്കുമെങ്കിൽ നാം അവന്റെ ഭവനമായി തീരും. ആഹായി വാർക്കുമോ. ബറക്കുമാർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് അപ്പറോൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും സ്ത്രീകളും നാം എല്ലാവരുടെയും മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൽ നാം ജഡം ധരിച്ച ജീവനുള്ളവൻ നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സുവിശേഷിക്കപ്പെട്ടു. പൈതൽ വളർന്ന ആത്മാവിൽ ബലവാനായി വരികയും ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്തു. ദൈവത്തിന്റെ കൃപയും അവൻ